ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നതേ പെരുന്നാൾ ദിവസമാണ് കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ പെരുന്നാളിനും ഫുഡൊക്കെ വെച്ച് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ പോയി അങ്ങനെയായിരുന്നു. പക്ഷേ ഇത്തവണയെന്ന് പറയുന്നത് നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് അറിയും. നമ്മൾ സൗദിയിലായതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമ്മൾ പോകുന്നത് ഉംറയ്ക്കാണ് കേട്ടോ. കഅബ ഷരീഫിലേക്ക് പോവുകയാണ്. പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. പപ്പടം കൊണ്ട് പൊരിച്ചിട്ട് ബിരിയാണി കഴിക്കും. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഒരു ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് പോകണമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ ബിരിയാണിയൊക്കെ വെച്ചു, എന്നിട്ട് കഴിച്ച് പിന്നെ നമുക്ക് വൈകിട്ടത്തേക്ക് കുറച്ച് പാഴ്സലും എടുത്തിട്ടാണ് കേട്ടോ പോയത്. ശരിക്കും പറഞ്ഞാൽ പോകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഫുഡ് അധികം ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ ഹിബൂസ് പറയുകയാണ് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഈ ഒരു ഫീൽ ആയിരിക്കും അല്ലേ അമ്മീന്ന്. ആവോ, ഇവിടുത്തെ പെരുന്നാൾ വൈബാണിത്. ഹർത്താലല്ലേ, എല്ലാരും വീട്ടിൽ കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങും. അതാണ് നമ്മുടെ പെരുന്നാള്. കടയില്ലേക്കാ അങ്ങ് പോകുമ്പോ അവിടെ അങ്ങാനും കാണാം. ഇവിടെല്ലാം എന്താണ്, റൂറൽ ഏരിയ ആണല്ലേ ഇതെല്ലാം. ഒരു കട അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉംറയ്ക്ക് പോകുന്നത് ബസ്സിനാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ബസ് ബുക്ക് ചെയ്തതൊക്കെ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ദമാമിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ വണ്ടിക്ക് ഉള്ളിലിരുന്ന് കുറച്ച് ഫയൽസും ഡോക്യുമെൻസും ഒക്കെ എടുത്തിട്ട് ഷോപ്പിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മളിതേ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലെത്തിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കുറേ ബസ്സൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ബസ് വന്നിട്ടില്ല കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. അപ്പം പാർക്ക് ചെയ്തിട്ട് കുറച്ചധികം നടന്നിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ആ ഒരു ക്ഷീണത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ബസ്സും വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ബസ്സിൽ കയറി. അങ്ങനെ എല്ലാവരും ദുആ ഒക്കെ ചെയ്തിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് ഇതുപോലുള്ള കുറച്ച് സ്ഥലമാണ് കേട്ടോ. എത്രയോ കിലോമീറ്ററുകളോളം ഇങ്ങനെയുള്ള ഒരു റോഡാണ്. കടകളോ അങ്ങനെ കമ്പോളങ്ങളോ ഒന്നും ഇല്ലാതെ വെറുതെ മരുഭൂമിയിൽ കൂടി ഇങ്ങനെ പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വൈകിട്ടാണ്, ഒരു 3:30-4 മണിയായി ശരിക്കും പറഞ്ഞാൽ നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ. അപ്പം അതേ രാത്രി ആയിട്ടുണ്ട്. എവിടെ എത്തിയെന്ന് പോലും അറിയില്ല. കുറേ നേരം അങ്ങനെ നമ്മൾ എവിടെ സ്ഥലം അറിയാത്തതുകൊണ്ട് ലൊക്കേഷനൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ മനസ്സിലാക്കിയത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ബസ്സിൽ നിന്ന് അവരുടെ വക, നമ്മൾ ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന ആ ബസ് ടീമിൻ്റെ വക ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിച്ചു. മുഖം മൊത്തം വെള്ള പൂശിയാണെങ്കിൽ എല്ലാവരും പൗഡർ ഇട്ടോ. ബസ്സിൽ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് പകുതിയും വേസ്റ്റ് ആയി കേട്ടോ. എന്നിട്ട് കുറച്ചൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിച്ചെല്ലാവരെ കൊണ്ടും. പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നിട്ടുണ്ട്. അപ്പം ബസ്സിൽ ഒരുപാട് ദുആകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക കേട്ടോ, അല്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് ഒരു പിന്നെ ഭാഗം ഉണ്ട്. അത് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയും. കഅബ പുനർനിർമ്മിക്കുന്ന സമയത്ത് ഹലാലായ മുതൽ തികയാതെ വന്നപ്പോൾ പണി അതുവരെ നിർത്തി അങ്ങനെ പിന്നെ പൂർത്തിയാക്കാതെ വെച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചുറ്റിയ ഭാഗം ഒക്കെ കഅബയുടെ ഉൾവശമായിട്ട് വരും. ആ ഭാഗത്തുകൂടെ നമ്മൾ അടുത്തുകൂടെ പിന്നെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഈ ഹിജ്ർ ഇസ്മായിലിന്റെ മുകളിൽ കൈ വെച്ചുകൊണ്ട് തവാഫ് ചെയ്താൽ നമ്മുടെ കൈ കഅബയുടെ ഉള്ളിലായി പോകും. അപ്പൊ കഅബയുടെ പൂർണ്ണമായി കഅബയുടെ പുറത്തുകൂടെ തവാഫ് ചെയ്യുക എന്ന് പറഞ്ഞ് ആ നിബന്ധന തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് യാദൃശികമായി ആർക്കെങ്കിലും അങ്ങനെ അവസരം ലഭിക്കുകയാണെങ്കിൽ കൈ വെക്കാതെ പ്രത്യേകം പുറത്തുകൂടെ തന്നെയാണ് തവാഫ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ ഖുൽഹുവല്ലാഹു സൂറത്തുമാണ് ഓതേണ്ടത്. സലാം വീട്ടുക. 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി എന്നിട്ട് നമ്മൾ ദുആ ചെയ്യണം. എപ്പോഴും ദുആ ചെയ്യണം. ദുആയിന് ഒരു കുറവും അവിടെ വരാൻ പാടില്ല. പ്രത്യേകിച്ച് ആദ്യമായി കഅബ കാണുന്ന ആളുകൾ ആണെങ്കിലും നമ്മളൊക്കെയും ഓരോരുത്തരും ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായി കാണുന്ന ഒരു ഫീലാണ് നമ്മുടെ മനസ്സിൽ വരിക. അപ്പൊ അതുകൊണ്ട് ആദ്യമായി കഅബ കാണുന്ന സമയത്ത് പ്രത്യേകം ദുആ ചെയ്യണം. ആ ദുആക്ക് ഇജാബത്തുണ്ട്, ഉത്തരമുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ദുആ ചെയ്യുമ്പോൾ കഅബ കാണുന്ന സമയത്ത് ആദ്യമായി കഅബ കാണുമ്പോൾ ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന എന്റെ എല്ലാ ദുആകളും നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തുക വെച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോഴും എല്ലാ ദുആകളും അല്ലാഹു തആല സ്വീകരിക്കും. അതുകൊണ്ട് അങ്ങനെ ദുആ ചെയ്യുക. അങ്ങനെ ഏതായാലും നമ്മളെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്ത് നമ്മൾ അവിടുന്ന് 100 സംസം വെള്ളം
വയറു നിറയെ സംസം വെള്ളം കുടിക്കൽ സുന്നത്താണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നോമ്പൊക്കെ കഴിഞ്ഞല്ലോ, അപ്പൊ വെള്ളം നിറയെ സംസം വെള്ളം കുടിക്കാം. നന്നായി സംസം കുടിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് നേരെ സഹി ചെയ്യാൻ വേണ്ടി പോകാം. അതിനുശേഷം നമ്മൾ മക്ക എത്താറായപ്പോഴത്തേക്കും ചപ്പൽസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങാനുള്ളവർ വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കും ചെരുപ്പൊക്കെ വാങ്ങിക്കണമായിരുന്നു. നോക്കി എടുക്കണം, നീളമുള്ള നോക്കിയിട്ട് എടുക്കാം. സോക്സ് ഇടണം, ഇങ്ങനത്തെ ഇടാൻ പറ്റൂല. സോക്സ് ഇടുമ്പോൾ ഇങ്ങനത്തെ ഇടാൻ പറ്റൂല. മറ്റേ ചെരുപ്പ് എന്ത് കുളിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് വണ്ടിക്ക് വരും. ഇഹ്റാമിന്റെ സുന്നത്തായ കുളി കുളിക്കുന്നു നിയ്യത്ത്. അങ്ങനെ നമ്മൾ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടുന്നതിന് വേണ്ടി കുളിക്കാനും നമസ്കരിക്കാനും ഒക്കെ വന്നിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ അതേ റിസ്മോനും ഇക്കായും ഒക്കെ ഇഹ്റാം കെട്ടിയിട്ട് അവിടെ നിൽപ്പുണ്ട്. കിടപ്പുണ്ട്, വേണോ വേണോ ഇക്ക? لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. എല്ലാവരും തൗബീത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ. പിന്നെ നമ്മളെ ഹോട്ടലിന്റെ ക്യാഷ് ഒന്ന് എല്ലാവരും ഒന്ന് റെഡിയാക്കി കയ്യിൽ വെക്കും. ഹോട്ടലിന്റെ അവിടെ കൊടുക്കാനുള്ള ക്യാഷ് അരമണിക്കൂറുള്ളൂ, 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്തും. അങ്ങനെ ഞങ്ങളിത് മക്കത്ത് എത്താറായി. കഅബ ഷരീഫിൽ എത്തുന്നതിന് ഒരു 6 കിലോമീറ്റർ മുന്നേ നമുക്ക് ക്ലോക്ക് ടവർ കാണാൻ പറ്റും. ആ സമയത്ത് നമ്മുടെ ഹൃദയം തുടി കൊട്ടു എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. അത് എല്ലാവരും അനുഭവിച്ച് തന്നെ അറിയണം. അത് വല്ലാത്തൊരു ഫീലായിരുന്നു. പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കുറേ കൂടെ അടുത്ത് ചെന്ന് ടണലൊക്കെ പാസ് ചെയ്ത് ചെന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച കാണുന്നത്. ഈ 6 കിലോമീറ്റർ മുന്നേ കണ്ടതിന് ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് മുൻകൂട്ടി അറിയാത്തത് കൊണ്ട് തന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. മുന്നേ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഏതൊക്കെ സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ കാണാമെന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ അറിയില്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും ആദ്യം കുറേ സമയം ഇങ്ങനെ മാപ്പ് നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് കേട്ടോ ഫസ്റ്റ് കാണാൻ പറ്റിയത്. ഈ ടണൽ പാസ് ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റിയത്. അങ്ങനെ നമ്മളതേ നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. കഅബ ഷരീഫിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരത്താണ് നമ്മുടെ റൂമുള്ളത്. അപ്പം നമ്മൾ അവിടെ വന്നിട്ട് ലഗേജൊക്കെ കൊണ്ട് റൂമിൽ വെച്ചിട്ടാണ് ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കാർഡ് യൂസ് ചെയ്തിട്ടായിരുന്നു ഡോർ ഓപ്പൺ ആക്കേണ്ടത്. ഫസ്റ്റ് ടൈം അത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. പിന്നെ പോയിട്ട് റിസപ്ഷനിൽ പോയി പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ അത് ഓപ്പൺ ആയത്. ഇത്രയുള്ള ബാത്റൂം നോക്കട്ടെ. ബാത്റൂമൊക്കെ മാഷാഅല്ലാഹ് നല്ല ബാത്റൂമൊക്കെയാണ്. ഇത് കടി നമ്മുടെ റൂമുള്ള ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഹോട്ടലിലാണ് കേട്ടോ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ രാവിലെ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ലിഫ്റ്റ് കയറി മുകളിൽ ചെന്നിട്ട് വേണം കഴിക്കാൻ. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരുമിച്ച് തന്നെ ഒരു ഗ്രൂപ്പായിട്ട് വേണ്ടേ കഅബ ഷരീഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ 2 ഉംറ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഉംറ കഴിഞ്ഞിട്ട് റിസ്മോനെ മുട്ടയടിപ്പിക്കാനൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പാർട്ട് 2 ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കഅബ ഷരീഫിലെ വിഷ്വൽസും ഒക്കെ നമ്മൾ പാർട്ട് 2 കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ബൈ.